ഹലോ, അസ്സാം വലൈക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെ എന്തായാലും വിഷമങ്ങളോ എല്ലാവർക്കും സുഖല്ലേ. അപ്പൊ നമ്മൾ അടുപ്പ് ഇവിടെ കാണുന്നില്ല, അടുപ്പൊക്കെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. നല്ല മഴ പെയ്തിന്ന്. അപ്പൊ സീറ്റ് ഇങ്ങനെ ചെറുതായിട്ട് താഴ്ന്നു വരാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിന്റെ മേക്കറ്റ് വീണാലോ വിചാരിച്ചിട്ട് അടുപ്പൊക്കെ നമ്മൾ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ അടുപ്പ് ഉണ്ടാക്കിയതെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. ആ തറ മാത്രമേ ഇങ്ങനെ കെട്ടിട്ടുള്ളൂ. അടുപ്പ് നമ്മൾ സിമെന്റിൽ ഉറപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോ വേണമെങ്കിലും അടുപ്പ് എവിടേക്ക് വേണമെങ്കിലും എടുത്ത് കൊണ്ടുപോയി വെക്കാം. അപ്പൊ മഴ പെയ്തപ്പോൾ ഞാൻ ഇട്ട് വെച്ചതാണ്. ഞാൻ ടേബിളിൽ കുറച്ചെടുത്ത് വെച്ചില്ല. അപ്പൊ ഇനി നമുക്കിത് അതുകൊണ്ട് കൊണ്ടുപോയി വെക്കാം കേട്ടോ. ഇന്നത്തെ ചായന്റെ കടി കടലക്കറി, വെള്ളക്കടലുണ്ടല്ലോ, അതുകൊണ്ട് കറി ഉണ്ടാക്കണം. അപ്പൊ എടുത്ത് വെക്കുകയാണ്. മഴ ഉണ്ടാവുമ്പോ അപ്പോൾ ഇവിടെ വെക്കൂല. പിന്നെ അതുപോലെ തന്നെ മഴ ഇല്ലാത്ത സമയം നമ്മളിവിടെ വീഡിയോ ചെയ്യുള്ളൂ കേട്ടോ. മഴ ഉള്ളപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോകും. രണ്ടടുപ്പാണ്. ഒന്ന് രണ്ടെണ്ണം ഉള്ളതും പിന്നെ ഇത് ഒറ്റ അടുപ്പായിട്ടാണ്. അപ്പൊ പുതിയ കൂട്ടുകാരുണ്ടല്ലോ, അവർക്ക് അറിയാനും വേണ്ടിയിട്ടാണ് പിന്നെ ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കും ചെയ്യാൻ കാണിച്ചു തരും ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എടുക്കേണ്ടത് നമുക്ക് വെള്ളം കോരിക്കൊണ്ടിരിക്കും. ആദ്യം മഴ പെയ്തിട്ട് കാറ്റടിച്ചിട്ട് നല്ല മുച്ചിമെന്ന് ഇല എല്ലാം വീട്ടിട്ടുണ്ട്. ഈ ഇലക്കൊടിഞ്ഞു പച്ച ഇലയൊക്കെ. മാങ്ങ പ്രാവശ്യം ഉണ്ടായ മുച്ചിയുണ്ട്. മാങ്ങ കപ്പ് മുച്ചി ഇലക്കുണ്ട്. വലിയ മാങ്ങ ഉണ്ട്. വീണാല് വെള്ളം ചോയ്ക്കും. ഇന്നലെ എത്രങ്ങാനും വെള്ളം ഉണ്ടായിരുന്നപ്പോ കൊറേ കുറഞ്ഞിരിക്കുന്നു. ഒരു വെയിലടിച്ചാ താവും. എന്നാലും ഇനി എത്ര റിങ് ഉണ്ട്? 1 2 3 4 റിങ് നിറഞ്ഞടിച്ചാനേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ വെള്ളമായി. ആ ഓട്ടന്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ താന്നു. ഒന്ന് വെയിലടിച്ചാൽ താവും ചെയ്യും, വേഗം വെള്ളം ആവും ചെയ്യും. അങ്ങോട്ട് കൊറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അടുപ്പ് നനവ് അല്ലേ, അപ്പൊ നമ്മൾ അതിനെ ഒന്ന് കത്തിച്ചിട്ടേക്കാണ്. എന്നാല് ഒന്ന് ഉണങ്ങി കിട്ടിക്കോളും.
ഇതിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തുകൊണ്ട് നമുക്ക് അരച്ചെടുക്കണം. എന്നാലും നല്ല കുറുകിക്കാണ് നിൽക്കും ചാറ്. ഒരു 3 ടേബിൾ സ്പൂണ് കടല നമ്മൾ ഒന്ന് അരച്ചെടുക്കുക മിക്സിന്റെ ജാറിലാണ്. ചെറിയ ജാറില്ല, വലിയ ജാറിലാണ് നമ്മൾ അരച്ചെടുക്കുക. കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ അതിന് പറഞ്ഞാൽ അരിയാന് വെള്ളം പറഞ്ഞു. അപ്പൊ ഈ ചായ വെച്ചിട്ട് ബിജുമോന് രാവിലെ തന്നെ ബിസ്ക്കറ്റും പിന്നെ നൂഡിൽസും ഉണ്ടാക്കിയിരുന്നു. ആദ്യം കൂട്ടി കുടിച്ച് പോയിട്ടാ. ഇന്നിപ്പോൾ അത് മതി. കാക്ക ചില ദിവസം കൊണ്ടുമ്പോൾ അവനക്ക് അത് ഇഷ്ടമാണ്. അപ്പൊ രാവിലെ തന്നെ അത് ഉണ്ടാക്കി കൊടുത്തേക്കാണ്. പിന്നെ നമ്മൾ ആക്കുമ്പോൾ അങ്ങനെ ചായയും കറി ഉണ്ടാക്കാൻ നിന്നിട്ടുള്ളത്. അതിന് നമ്മൾ ചായ കുടിച്ചു. ഇന്ന് കുറച്ച് നേരം വരും. നല്ല കട്ടിയോട് കൂടിയുള്ള കറിയാണ് കടലക്കറി. വെള്ള കടലക്കറി എന്നിട്ട് ഇന്നത്തെ നമ്മളെ ചായന്റെ കറിക്കുള്ള കറി. അപ്പോൾ ഇതിക്ക് ലേസം ഇങ്ങനെ അരച്ച് പാർന്നതുകൊണ്ട് കടല അരച്ച് പാർന്നതുകൊണ്ട് നല്ല കട്ടിയുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയൊക്കെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ അപ്പൊ നമ്മള് ഈ ചട്ടി ചോറ് വെക്കാനുള്ള ചട്ടി വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറെ ദിവസം വെള്ളം പാർന്ന് വെച്ചു. ഇങ്ങനെ കഞ്ഞിവെള്ളം പാർന്ന് വെച്ചു. കഞ്ഞിവെള്ളം പാർന്ന് വെച്ച് പിന്നെ ഞാൻ ചോറ് തീമാടാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രാവശ്യം നമ്മള് സ്ഥലം മാറ്റിയിട്ട് നമ്മളോട് ആ കടിയിൽ നിന്ന് ആൾക്കാർ പറഞ്ഞു കഞ്ഞിവെള്ളം കുറെ ദിവസം പാർന്ന് വെച്ചാല് നല്ല ചട്ടിയാവും, കുറെ കാലം നിൽക്കും ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും ഇന്ന് ചൂടായി വെക്കുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ തിരക്കുന്നുണ്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കമന്റും നിങ്ങളെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും അയച്ചെടുക്കുക. അപ്പൊ നമുക്ക് കുറെ കൂട്ടുകാർ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അടുപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ. അപ്പൊ എന്നും അടുപ്പിന്റെ വീഡിയോ പറയാന്ന് പറയുന്നത് മഴ വന്നതുകൊണ്ട് എന്ത് ചെയ്തു, ഇത് ഇവിടുന്ന് എടുത്തുകാണ് നമ്മൾ ടേബിൾ മാവ് കൊടുത്തു വെച്ചു. ഇന്നിപ്പോ നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തന്നെ ചെയ്യിപ്പിക്കുന്നത്. വെയിൽ ഉണ്ടാവുന്ന ദിവസം പിന്നെന്താണ് ആയിക്കൂടെ ആൾക്കാർ ബൊമ്മാട്ടി എളുപ്പമാണ് വീട് ചെയ്യുന്ന എനിക്കൂടെ ആൾക്കാർക്ക് പോകും മതിയാവും. അപ്പൊ വെയിലുണ്ടാവുന്ന ദിവസം നമ്മളിവിടെ ചെയ്യും. എല്ലാ ദിവസവും മഴയൊക്കെ ആവുമ്പോ ഉള്ളിൽ ചെയ്യും. അപ്പൊ എല്ലാവരോടും